അല്ല, ഇതാര് ഗോപിനാഥനോ? എന്താ ഭദ്ര, സുഖം തന്നെയല്ലേ? സുഖമാണ് സ്വാമി. അല്പം സുഖം കൂടിയ കുഴപ്പമുണ്ടോ ഭദ്ര? നിങ്ങളെ വിളിപ്പിച്ചത് ഒരു കഥ പറയാനാണ്. ഇവിടുന്ന് കുറച്ചകലെയുള്ള വൈശാഖപുരം എസ്റ്റേറ്റിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 100 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മഹാവ്യാധി ഉണ്ടായി. ആ എസ്റ്റേറ്റിനകത്ത് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഒരു കാളീക്ഷേത്രമുണ്ട്. ആ ഉഗ്രമൂർത്തിയുടെ കോപമാണ് അതിന് കാരണമെന്ന് ആളുകൾ വിശ്വസിച്ചു. അന്നത്തെ തമ്പുരാക്കന്മാർ കൂടിയാലോചിച്ചു, അതിനൊരു പോംവഴി കണ്ടെത്തി. തങ്ങളുടെ സമ്പാദ്യത്തിൽ ഒരു പങ്ക് ദേവിക്ക് സമർപ്പിച്ചാൽ ദേവിയുടെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് പ്രശ്നത്തിൽ തെളിഞ്ഞു. അത് തമ്പുരാക്കന്മാരുടെ ബുദ്ധിയായിരുന്നു. വിട്ടികളായ നാട്ടുകാർ അത് വിശ്വസിച്ചു. അതിന്നും തുടരുന്നു. പക്ഷേ നിക്ഷേപിക്കുന്ന പണം കുറവ് വന്നപ്പോൾ നാട്ടുകാരിൽ സംശയം ജനിച്ചു. അത് തമ്പുരാക്കന്മാരുടെ കളിയാണെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ നാട്ടുകാർ ആ ക്ഷേത്രത്തിനൊരു കാവൽക്കാരനെ നിയമിച്ചു. അങ്ങനെ കാളി ക്ഷേത്രത്തിന് കാവൽ നിൽക്കുന്നവനെ അവർ കാളി എന്ന് വിളിച്ചു. ഓരോ കാളി പോകുമ്പോഴും മറ്റൊരു കാളി അവിടെ നിയമിക്കപ്പെട്ടു. കോടിക്കണക്കിന് വില വരുന്ന രത്നങ്ങളും സ്വർണങ്ങളും ഇന്നും ആ ക്ഷേത്രത്തിൽ ഭദ്രം. എന്താ ഭദ്ര, നമുക്കത് എടുക്കണ്ടേ? പക്ഷേ കാളികളുള്ളപ്പോൾ അതെങ്ങനെ സാധിക്കും സ്വാമി? കാളിയെ തോൽപ്പിക്കൽ അസാധ്യം. അവന്റെ സഹായത്തോടെ നമുക്കത് എടുക്കാം. എങ്ങനെയാണെന്നല്ലേ? അതിന് നിങ്ങൾ വൈശാഖപുരത്തേക്കൊരു ടൂർ പോകണം. എന്താ ഭദ്രനൊരു മടി പോലെ? മടിയുണ്ടാകാൻ പാടില്ല ഭദ്ര. ഈ നിൽക്കുന്ന SP ഗോപിനാഥന്റെ അനുജൻ, അഞ്ജനയുടെ അച്ഛൻ കൊല്ലപ്പെട്ടത് നിനക്കറിയാമല്ലോ. അതിൽ നീ 1-ാം പ്രതിയാണ്, മറക്കണ്ട. എനിക്കത് ഓർമ്മയുണ്ട് സ്വാമി. നല്ലത്. ഒന്നും വെറുതെ വേണ്ട ഭദ്ര. കിട്ടുന്നത് നമുക്കൊരുമിച്ച് പങ്കിടാം. എങ്കിൽ നാളെ തന്നെ പുറപ്പെട്ടോളൂ. ശരി സ്വാമി. $50.